പടച്ചതമ്പുരാന്റെ സത്യവിശ്വാസികളായ അടിമകളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കൃത്യമായി പാലിക്കുവാൻ ശ്രമിക്കണമെന്നും ആർക്കും ഒരു നിലക്കും നമ്മളെ സഹായിക്കാനാവാത്ത ഒരു ദിവസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവുകയുള്ളൂ എന്ന ബോധത്തോടുകൂടി ജീവിതത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കണമെന്നും ഓരോരുത്തരെയും സ്നേഹപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളൊക്കെ ഇസ്ലാം മതത്തിന്റെ അനുയായികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കുകയും അത് പ്രകാരം ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയെടുത്തവരുമാണ്. എന്താണ് ഇസ്ലാം മതം? ആരാണ് ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ? പലപ്പോഴും ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഈ രണ്ടുത്തരങ്ങളും തെറ്റാണ്. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ പ്രപഞ്ചത്തിന്റെ സ്ഥാപകനായ പടച്ചതമ്പുരാനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു, ഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നാം നിനക്ക് നിർദ്ദേശങ്ങൾ നൽകും. ആ നിർദ്ദേശങ്ങളെ ആരാണോ പിൻപറ്റുന്നത് അവർ ഒരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി മനുഷ്യർക്കായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ആ നിർദ്ദേശങ്ങളെയാണ് ഞാനും നിങ്ങളും മതം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീൻ എന്ന അറബി പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതാണ്. എന്താണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ? ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ഏത് എന്ന് മനസ്സിലാക്കി ആ ഇഷ്ടങ്ങൾ പ്രവർത്തിച്ചും അനിഷ്ടങ്ങൾ പ്രവർത്തിക്കാതെയും ജീവിക്കേണ്ടവരാണ് മനുഷ്യർ. എന്താണ് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ, എന്താണ് അള്ളാഹുവിന്റെ അനിഷ്ടങ്ങൾ? ആർക്കാണത് തിരിച്ചറിയാനാവുക? ഏതെങ്കിലും മനുഷ്യന്റെ വർഷങ്ങളോളമുള്ള ഗവേഷണത്തിന്റെ ഫലമായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സാധിക്കുമോ? ഏതെങ്കിലും മനുഷ്യന്റെ ഗവേഷണ ഫലമായിട്ട് അള്ളാഹുവിന്റെ അനിഷ്ടങ്ങൾ ഏതൊക്കെയെന്ന് തിരിച്ചറിയാനാവുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെയോ അനിഷ്ടങ്ങളെയോ ഒരിക്കലും ഒരു മനുഷ്യന് കണ്ടെത്താനാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സ്വയം മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്തൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചു. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ കൂടി ഈ കാര്യങ്ങൾ അള്ളാഹു മനുഷ്യരാശിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് അറഫ മൈതാനിയിൽ വെച്ച് 10,000 സഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അള്ളാഹു ഒരു വിശുദ്ധ ഖുർആനിലെ ഒരായത്ത്, സൂറത്തുൽ മാഇദയിലെ ഒരു ആയത്തിന്റെ ഒരു പകുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തു. എന്താണ് ആയത്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും യൗമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നത്തെ ഈ ദിവസം, അൽ യൗം എന്ന് പറഞ്ഞാൽ ഈ ദിവസം എന്നാണ് അർത്ഥം. ഈ ദിവസം അൽ യൗമ അക്മൽതു ലക്കും ദീനകും, നിങ്ങളുടെ മതത്തിനെ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും യൗമതി, എന്റെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഒരു മതം എന്ന നിലക്ക് ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. അതായത് പണ്ട് ആദമിനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു പറഞ്ഞ ആ വചനം മുതൽ ആരംഭിച്ച ഇസ്ലാം എന്ന ദീൻ ഈ അറഫ മൈതാനിയിൽ വെച്ച് പ്രവാചകൻ അവതരിപ്പിച്ച ഈ ആയത്തോടുകൂടി സമ്പൂർണമായി അവസാനിച്ചു.
അന്ന് തുടങ്ങിയ മതം ഈ പ്രവാചകന്റെ സന്ദേശത്തോടുകൂടി ആ മതം ലോകത്ത് പൂർണ്ണമായിട്ടും അവതരിപ്പിക്കപ്പെട്ടു. ആ അവതരിപ്പിക്കപ്പെട്ട നിയമനിർദ്ദേശങ്ങളെയാണ് ഞാൻ നിങ്ങളും ഇസ്ലാം എന്ന് വിളിക്കുന്നത്. ആ ഇസ്ലാം മതത്തിനെ അംഗീകരിച്ചവരാണ് ഞാനും നിങ്ങളും. ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനും എനിക്കില്ല. വഅഷ്ഹദു, ഞാൻ വീണ്ടും പ്രതിജ്ഞ ചെയ്യുന്നു, വഅന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, തീർച്ചയായിട്ടും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് നിശ്ചയിക്കപ്പെട്ട പ്രവാചകനാണ് എന്നും ഞാൻ അംഗീകരിക്കുന്നു. ഈ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ അംഗീകരിച്ച ഞാനും നിങ്ങളും, ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും ഭംഗിയായി നമ്മൾ നിർവഹിക്കുക, ഇസ്ലാം നമ്മളോട് വിരോധിച്ച മുഴുവൻ കാര്യങ്ങളെയും യാതൊരു സംശയവുമില്ലാത്ത വിധം നമ്മൾ വിരോധിക്കുക. അതാണ് എന്റെയും നിങ്ങളുടെയും ബാധ്യത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യ നിർവഹണം അവസാനിപ്പിച്ചുകൊണ്ട് സഹാബത്തിനോട് ചെയ്ത ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട സഹാബത്തെ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുവാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതായത് സ്വർഗത്തിലേക്ക് പോവാൻ എന്തെല്ലാം കാര്യം നമ്മൾ ചെയ്യണമോ അതൊക്കെ ഇനി നമ്മുടെ വകയായിട്ടൊന്നും വേണ്ട, നമ്മുടെ വകയായിട്ടൊന്നും വേണ്ട. സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് എന്ന് അതറിയുക ആ സ്വർഗത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാനാണ്. വേറെ ആർക്കും അറിയില്ല. നമ്മളാരും ലോകത്തൊരു മനുഷ്യനും സ്വർഗം കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടല്ലേ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളെ പറ്റി അറിയുക? ആ അറിവ് സ്വർഗത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാന് മാത്രം. ആ സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ മുഴുവൻ വഴികളും അള്ളാഹു പ്രവാചകനിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു. ഇനി ഒരു വഴി സ്വർഗത്തിലേക്ക് വെട്ടിത്തെളിക്കാൻ എനിക്കോ നിങ്ങൾക്കോ ലോകത്തൊരു മനുഷ്യനോ സാധ്യമല്ല. കാരണം ആ വഴികൾ പൂർണ്ണമായും പഠിപ്പിക്കപ്പെട്ടു. ഇനി ആ പഠിപ്പിക്കാത്ത ഒരു വഴി സ്വർഗത്തിലേക്കുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു വഴി, പ്രവാചകൻ കാണിക്കാത്ത ഒരു മാർഗം സ്വർഗത്തിലേക്ക് ഉണ്ട് എന്ന് ഞാനോ നിങ്ങളോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകൻ അറിയാത്ത ഒരു വഴി സ്വർഗത്തിലേക്കുണ്ട് എന്ന് ഞാനും നിങ്ങളും സമ്മതിക്കേണ്ടി വരും. അള്ളാഹുവിന് അറിയാത്ത ഒരു വഴി സ്വർഗത്തിലേക്കുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയാണ്. കാരണം അള്ളാഹുവിന് അറിയാത്തതായിട്ടൊന്നുമില്ല, അവന്റെ പ്രവാചകൻ ഒന്നും മറച്ചു വെച്ചിട്ടുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഈ മതത്തിന്റെ പേരിൽ, ഈ മതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പ്രവാചകന്മാർ മുഖേന നമ്മളെ പഠിപ്പിച്ചു. പല കാര്യങ്ങളും ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി. സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ചില നിയമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകത്ത് ആദം നബിയും ഭാര്യയും അവരുടെ മക്കളുമല്ലാത്ത ഒരു മനുഷ്യനും ജീവിച്ചിരിപ്പില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു ലോകത്ത്, അല്ലേ? ആദം നബിയും ഹവ്വാ ബീവിയും ലോകത്ത് ജീവിതം ആരംഭിച്ച കാലം. ആ കാലഘട്ടത്തിൽ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനായി അള്ളാഹു വിവാഹം കഴിക്കുവാൻ കൽപ്പിച്ചു ആദമിന്റെ മക്കളോട്. ആദമിന്റെ മക്കൾ ആരെയാണ് വിവാഹം കഴിക്കുക? അള്ളാഹു അവന്റെ മതത്തിൽ നിയമമിറക്കി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നി ഹവ്വാ റളിയല്ലാഹു അൻഹ ഓരോ പ്രസവത്തിലും ഈ 2 കുട്ടികൾക്കാണ് ജന്മം നൽകിയത്. ഒരു കുട്ടിയാണും ഒരു കുട്ടി പെണ്ണും. അതുകൊണ്ട് തന്നെ അള്ളാഹു മതത്തിന്റെ നിയമമായിട്ട് ഇപ്രകാരം ഒരു നിയമം ഇറക്കി. എന്താ? ഒന്നാമത്തെ പ്രസവത്തിലെ ആണ് പുരുഷൻ രണ്ടാമത്തെ പ്രസവത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കട്ടെ. രണ്ടാമത്തെ പ്രസവത്തിലെ പുരുഷൻ ഒന്നാമത്തെ പ്രസവത്തിലെ സ്ത്രീയെ കല്യാണം കഴിക്കട്ടെ. ആരെ കെട്ടുന്നത്? സ്വന്തം സഹോദരിയെ, സ്വന്തം അനുജത്തിയെ, സ്വന്തം ജ്യേഷ്ഠത്തിയെ വേൾക്കുക. അന്ന് അതല്ലാതെ ലോകത്ത് മറ്റു നിർവാഹങ്ങളില്ല, മറ്റു മനുഷ്യരില്ല. അന്ന് അതായിരുന്നു ലോകത്തിന്റെ നിയമം. അങ്ങനെ കാലഘട്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹു ഇസ്ലാം മതത്തിനെ സമ്പൂർണമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന 1 ലക്ഷത്തിലേറെ പ്രവാചകന്മാർ ഈ ഇസ്ലാമിന്റെ സന്ദേശങ്ങളുമായിട്ട് ഈ ഭൂമിയിൽ വന്നു. അവർ പല കാര്യങ്ങളും ലോകത്തോട് പറഞ്ഞു.
ആ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായ കാര്യം ഏതായിരുന്നു? ഏറ്റവും ആദ്യമായി പറഞ്ഞ കാര്യം ഏതായിരുന്നു? എല്ലാ പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഏതായിരുന്നു? എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ഒരു പദമാണത്. എന്നെ മാത്രം ആരാധിക്കണം, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു പ്രവാചകനും വന്നിട്ടില്ല മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പും എന്ന് അല്ലാഹു മുഹമ്മദ് നബിയെ വിശുദ്ധ ഖുർആനിൽ കൂടി പഠിപ്പിച്ചു. അതായത് ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള ആ പ്രവാചക ശൃംഖലയിലെ മുഴുവൻ കണ്ണികളും ലോകത്തോട് പറഞ്ഞ പരമപ്രധാനമായ കാര്യം അല്ലാഹുവല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന കാര്യമാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയവും തൗഹീദ്. തൗഹീദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകത്വം, ഏകനാക്കുക എന്നാണ് അർത്ഥം. ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ആരാധന അള്ളാഹുവല്ലാതെ മറ്റാർക്കും സമർപ്പിക്കാതിരിക്കുക. അപ്പോ നമുക്ക് തോന്നും ഇതിപ്പോ ഇത്ര ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണോ? മാത്രല്ല സമൂഹത്തിലെ സകലമാന കുഴപ്പങ്ങൾക്കും കാരണം തൗഹീദ് പറയുന്നതാണ് എന്ന് പറയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും ജമാഅത്ത് നിസ്കാരത്തിന്റെ കൂലിയൊക്കെ പറഞ്ഞാൽ എത്രമാനം ആൾക്കാർ കേൾക്കാനുണ്ടാവും. വുദൂഇന്റെ മസ്തലകളെ പറ്റി, കുളിയുടെ രൂപത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കേൾക്കാനുണ്ടാവും. അവിടെ വിഭാഗീയതയില്ല, വ്യത്യാസങ്ങളില്ല, എല്ലാവർക്കും താല്പര്യം. എന്തുകൊണ്ട് നിങ്ങൾക്ക് നിസ്കാരത്തിനെ പറ്റി പറഞ്ഞുകൂടാ എല്ലാ സമയത്തും? എന്തുകൊണ്ട് നിങ്ങൾക്ക് വൃത്തിയെ പറ്റി പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് സക്കാത്തിനെ പറ്റി പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് സദഖയെ പറ്റി പറഞ്ഞുകൂടാ? ആർക്കും അഭിപ്രായ വ്യത്യാസമല്ലല്ലോ, എല്ലാവരും വരുമല്ലോ കേൾക്കാൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ആളുകളെ ഭിന്നിപ്പിക്കുന്ന ഈ തൗഹീദിനെ പറ്റി തന്നെ ആവർത്തിച്ച് പറയുന്നത്? പലപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യം നിങ്ങൾക്കറിയോ? ലോകത്ത് വന്ന മനുഷ്യര് ഏറ്റവും ഉത്തമനായ സൃഷ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ഏറ്റവുമേറെ സ്നേഹിച്ചു. സ്വന്തം മക്കൾക്ക് പോലും കൊടുക്കാത്ത ഒരു പേര്, അൽ അമീൻ എന്ന പേര് മുഹമ്മദ് നബിക്ക് വേണ്ടി മാത്രം അവർ കാത്തുവച്ചു. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെക്കാളേറെ ആ പ്രവാചകനെ മക്കക്കാർ സ്നേഹിച്ചു. നോക്കൂ, എന്നിട്ട് ആ പ്രവാചകൻ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ 40 കൊല്ലം അവരിൽ ഒരുവനായി ജീവിച്ച്, അവർക്കിടയിൽ മാതൃകാ പുരുഷനായി ജീവിച്ച്, അവരുടെ കണ്ണിലുണ്ടിയായ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആ നാട്ടിലെ ആൾക്കാരുടെ പ്രതികരണം? യാ മുഹമ്മദ് അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ, മുഹമ്മദേ നീ ഞങ്ങളുടെ കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചു. നീ ഞങ്ങളുടെ കുടുംബങ്ങളെ ഭിന്നിപ്പിച്ചു. ഒന്നിച്ചു നിന്നിരുന്ന, ഒറ്റക്കെട്ടായി നിന്നിരുന്ന ഈ മക്ക എന്ന മഹല്ലിലെ കുടുംബങ്ങളെയും വ്യക്തികളെയും നീ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് നബിയെ ചൂണ്ടി അന്നവർ ആക്ഷേപിച്ചു. ആ ആക്ഷേപം യാതൊരു മാറ്റങ്ങളുമില്ലാതെ കാലാകാലങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. തൗഹീദിനെ പറ്റി പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി പറയുമ്പോൾ അവിടെ ജനങ്ങൾ ഭിന്നിക്കുന്നു, ചിത്രതയുണ്ടാവുന്നു, അക്രമങ്ങൾ ഉണ്ടാവുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. പിന്നെയും എന്തുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന പദം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങളാണ് ഐക്യത്തിന് തടസ്സം. നിങ്ങൾ ഈ തൗഹീദ് പറയുമ്പോൾ പലരെയും നിങ്ങൾ മുശ്രിക്കുകളാക്കുന്നു, പലരുടെയും കാഫിറുകളാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ തൗഹീദ് മാറ്റിവെച്ച് മറ്റൊരു മാർഗത്തിൽ സംഘടിച്ചാൽ പോരെ? ഉത്തരം നിങ്ങൾക്കറിയോ? ജാറത്തിങ്കിലേക്ക്, ഷെയ്ഖിന്റെ ജാറത്തിലേക്ക് ജാറം മൂടാൻ പോകുന്ന ഒരു പെണ്ണിനോട്, സഹോദരി തലയിലെ തട്ടം ശരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് അതുകൊണ്ട് കാര്യം? പലപ്പോഴും എന്റെ ഒരു അധ്യാപകൻ ഉദാഹരിച്ചു അതിനെ. കള്ളു കുടിക്കുന്നവനോട് വിസ്മി ചൊല്ലി കുടിക്കണ എന്ന് പറയുന്നത് പോലെയാണ് ജാറത്തിലേക്ക് പോകുന്ന ഒരുത്തിയോട് തലയിൽ തട്ടമിട് എന്ന് പറയുന്നത്. കാരണം എന്താ? ജാറത്തിലേക്ക് ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനാണ് യാത്രയെങ്കിൽ തട്ടമല്ല നമസ്കാര കുപ്പായം ഇട്ടുപോയാലും അവളിൽ നിന്ന് യാതൊന്നും
അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ആ സ്ത്രീ നരകത്തിലെ വിറകാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നമ്മളെ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിൽ ശിർക്ക് ചെയ്താൽ അത് ഒരിക്കലും റബ്ബ് പൊറുക്കില്ല. അല്ലാത്ത പാപങ്ങൾ ഏതായാലും 100 ആളുകളെ കൊന്ന മനുഷ്യന് പുറത്തു കൊടുത്ത കഥ പ്രവാചകനാണ് നമ്മളെ പഠിപ്പിച്ചത്. വ്യഭിചാരികളായ, കള്ളുകുടിയന്മാരായ, കൊള്ളക്കാരായ, താഴ്വൂ നിവാസികളായ ആ മക്കയിലെ മനുഷ്യന്മാര് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവരുടെ സകലമാന പാപങ്ങളും പുറത്തു കൊടുത്ത സുന്ദരമായ കഥകള് ഞാനും നിങ്ങളും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഷിർക്ക് ചെയ്താൽ എന്താണ് ഷിർക്ക്? തൗഹീദിന്റെ നേരെ വിപരീതമായ കാര്യം ഷിർക്ക് സംഭവിച്ചു പോയാൽ ഒരു മനുഷ്യനും അല്ലാഹു ശിർക്ക് ചെയ്തവന് പുറത്തു കൊടുക്കൂല. മാത്രല്ല, മുഹമ്മദേ, പ്രവാചകരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുമ്പുണ്ടായിരുന്ന പ്രവാചകർക്കും നാം വഹീ നൽകിയിരിക്കുന്ന ഒരു കാര്യം എന്താണ്? താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ സകല പാപങ്ങളും അതോടുകൂടി, സകല പുണ്യങ്ങളും അതോടുകൂടി പൊളിഞ്ഞു പോകും. നമ്മളോടല്ല പറഞ്ഞത്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന നമ്മളെ പറ്റിയല്ല പറഞ്ഞത്. ജീവിതത്തിൽ നന്മ മാത്രം പ്രവർത്തിച്ച, ഏറ്റവും നല്ല നന്മ മാത്രം പ്രവർത്തിച്ച് മാതൃകയായ മുഹമ്മദ് നബിയോട് അല്ലാഹു പറഞ്ഞു, പ്രവാചകരെ, താങ്കളെങ്ങാനും എപ്പോഴെങ്കിലും ഒരു ശിർക്ക് ചെയ്താൽ അന്ന് വരെ താങ്കൾ ചെയ്ത സകല അമലുകളും അതോടുകൂടി പൊളിഞ്ഞു പോകും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്റെ അർത്ഥം തരങ്ങള്, 60 കൊല്ലം ജീവിച്ച ഒരു മനുഷ്യൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഒരു നമസ്കാരവും അയാൾ ഒഴിവാക്കിയിട്ടില്ല. ഓർമ്മ വെച്ച നാള് മുതൽ ഒരു റമദാനിലെ നോമ്പും അയാൾ ഒഴിവാക്കിയിട്ടില്ല. സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യൻ 60ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ഒരിക്കൽ തോന്നി ഒരു ശിർക്ക് ചെയ്യണമെന്ന്. അയാൾ ആ ശിർക്ക് ചെയ്താൽ 60 കൊല്ലക്കാലം അയാൾ ചെയ്തു വന്ന സകല നന്മകളും അതോടുകൂടി ഇല്ലാതായി പോകുമെന്നും അയാൾ നരകത്തിലെ വിറകായി തീരുമെന്നും വിശുദ്ധ ഖുർആൻ പ്രവാചകനും സംശയമില്ലാത്ത വിധം നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു സമൂഹത്തെ സ്നേഹിക്കുന്ന, മനുഷ്യവംശത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും പരമപ്രധാനമായിട്ട് ആദ്യമായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരോട് പറയാനുള്ളത് തൗഹീദാണ്. നോക്കൂ, ഒരു രോഗി, ആ രോഗിക്ക് മാരകമായ ഒരു മുറിവേറ്റിട്ടുണ്ട് ശരീരത്തിൽ. ആ ഒരു അപകടത്തിൽ സംഭവിച്ച മുറിവാണ്. വേറെ ചില ചെറിയ മുറിവുകളും അയാളുടെ ദേഹത്തുടനീളമുണ്ട്. പക്ഷെ ഈ വലിയ മുറിവ് അത് മാരകമാണ്, അത് അപകടകരമാണ്. പക്ഷേ ആ വലിയ മുറിവ് ചികിത്സിക്കണമെങ്കിൽ രോഗി കുറെ വേദന അനുഭവിക്കണം, തുന്നണം, ഓപ്പറേഷൻ ചെയ്യണം, നല്ല മരുന്ന് വെച്ച് കെട്ടണം. രോഗി ഒരുപാട് വേദന അനുഭവിക്കണം. ചിലപ്പോ ഡോക്ടറെ രോഗി തല്ലിന്ന് വന്നേക്കാം, ചിലപ്പോ ഡോക്ടറെ ആകെ തള്ളി കാലുകൊണ്ട് ചവിട്ടി മറിച്ചു എന്ന് വന്നേക്കാം. നോക്കൂ, സ്നേഹനിധിയായ ഒരു ഡോക്ടർ, ആ രോഗിയെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ആ രോഗിയെ ഏത് രീതിയിലാണ് ചികിത്സിക്കുക? ഈ വലിയ മുറിവ് അത് ചികിത്സിക്കണമെങ്കിൽ ഈ രോഗി കുറെ വേദന അനുഭവിക്കണം, തുന്നണം, മരുന്ന് കൊടുക്കണം. അത് തൽക്കാലം വലിയ മുറിവ് അവിടെ നിൽക്കട്ടെ. ആ ചെറിയ മുറിവൊക്കെ തൽക്കാലം പ്ലാസ്റ്ററെ കൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇയാളെ നമുക്കത് വിടാം. ആ വലിയ മുറിവ് പിന്നെ എപ്പോഴെങ്കിലും ചികിത്സിക്കാം എന്നൊരു ഡോക്ടർ നിശ്ചയിച്ചാൽ ആ ഡോക്ടർ ആ രോഗിയെ സ്നേഹിക്കുന്നു എന്ന് നമുക്കെങ്ങനെ പറയാനാവും? നമ്മുടെ ഭാര്യയ്ക്കൊരു രോഗം അല്പം, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്കൊരു രോഗം അല്പം മാരകമാണ് രോഗം. പക്ഷേ ഉമ്മാക്ക് മരുന്ന് കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. ഓപ്പറേഷൻ എന്നത് ഉമ്മാക്ക് വളരെ പേടിയാണ്. പക്ഷേ നമ്മളെങ്ങനെ ഉമ്മയുടെ പേടി കാരണം ഓപ്പറേഷൻ നടത്താതിരിക്കോ? ഉമ്മയെ നമ്മൾ ബലമായിട്ട് പിടിച്ച് ആശുപത്രിയിൽ ഡോക്ടറുടെ കത്തിക്ക് മുമ്പിലേക്ക് വെച്ചു കൊടുക്കും. എന്തിനാ? രോഗം മാറണം, അല്ലാതെ മറ്റു മാർഗമില്ല. ഈ രോഗമുള്ളിടത്തോളം കാലം എത്ര ദശമൂലാരിഷ്ടത്തിന്റെ കുപ്പികൾ എന്റെ ഉമ്മ കുടിച്ചാലും ശരി, എന്റെ ഉമ്മയുടെ ആരോഗ്യം ശരിയാവുകയില്ല, എന്റെ ഉമ്മ വേദന അനുഭവിക്കേണ്ടി വരും എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ വേദന അനുഭവിപ്പിച്ചും ഈ വലിയ രോഗം മാറ്റാൻ ഞാൻ ആദ്യം ശ്രമിക്കും. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു മതപ്രബോധകൻ അല്ലെങ്കിൽ മതപ്രബോധകർ ഈ സമൂഹത്തോട് ആദ്യം പറയേണ്ട കാര്യം മാരകമായ ഈ രോഗത്തെ പറ്റി തന്നെയാണ്. അതില് സലഫികൾക്കിടയിൽ, ഇസ്ലാഹികൾക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഏത് കാര്യത്തില്? സമൂഹത്തോട് ആദ്യം പറയേണ്ട കാര്യം
അവരെന്തൊക്കെ എതിർത്താലും അവരെന്തൊക്കെ ചെയ്താലും ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റിയാണ്, തൗഹീദിനെ പറ്റിയാണ് എന്ന കാര്യം എന്തുകൊണ്ടാ? അത് മാരകമാണ്. അതില്ലാത്തോടത്തോളം കാലം ഓനൊരു1000 കൊല്ലം നിസ്കരിച്ചാലും പള്ളിയുടെ മൂലയിൽ എഴുത്തിക്കാതിരുന്നാലും ശരി, യാതൊരു അമലും അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. അപ്പോ സമൂഹത്തിൽ നിന്നൊരു ചോദ്യം, അതിനാരാണ് ഇവിടെ ശിർക്ക് ചെയ്യുന്നത്? ആരാണ് ഇവിടെ ശിർക്ക് ചെയ്യുന്നത്? ആരാണ് മുശ്രിക്ക്? അത് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ തൗഹീദിനെ പറ്റി 1-2 വാക്ക് കൂടി പറയട്ടെ. എന്താണ് തൗഹീദ്? 3 രീതിയിലുള്ള തൗഹീദിനെ പറ്റി പ്രവാചകൻ പഠിപ്പിച്ചു. അല്ല, തൗഹീദിനെ നമുക്ക് 3ആയിട്ട് വേർതിരിക്കാം. 3 പാർട്ടുകളുണ്ട് തൗഹീദിന്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയുമില്ല എന്ന് വിശ്വസിക്കുക. റബ്ബ് എന്ന കാര്യത്തില് റബ്ബാകുന്ന ആ യോഗ്യതകൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. എന്താണ് റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം? റബ്ബ് എന്ന പദത്തിന്റെ അർത്ഥം റബ്ബ എന്ന് പറഞ്ഞാല് ആദ്യമേ സൃഷ്ടിച്ചു, പടിപടിയായി വളർത്തി, സംരക്ഷിച്ചു എന്നൊക്കെയാണ് റബ്ബ എന്ന പദത്തിന്റെ അർത്ഥം. റബ്ബ് എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും ആദ്യമേ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന ശക്തി. അത് ഏകനായ ഒരൊറ്റ ശക്തി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദുർ റുബൂബിയ്യ. കേൾക്കണോ നിങ്ങൾക്ക്? തൗഹീദുർ റുബൂബിയ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ സകല മതവിശ്വാസികളും ഒന്നിക്കുന്നു. ലോകത്തിലെ സകല മതങ്ങളും പറയുന്നു സൃഷ്ടാവായ ഏകനായ ആ ശക്തി ഒന്നേ ഉള്ളൂ. ലോകത്തെ ഏറ്റവുമേറെ ദൈവങ്ങളെ ആരാധിക്കുന്ന മതമാണല്ലോ ഹിന്ദുമതം. ഹിന്ദുമതം പോലും പറഞ്ഞു സകലമാന സൃഷ്ടിപ്പിന്റെയും മീതെ ഏകനായ അജയ്യനായ ഒരു പരബ്രഹ്മമുണ്ട്. ആ പരബ്രഹ്മം ഒന്നേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ആ ദൈവത്തിന്റെ മറ്റു അവതാരങ്ങളാണ്. പരബ്രഹ്മം ഒന്നേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെയും മറിയം ബീവിയെയും ആരാധിക്കുന്ന ക്രിസ്ത്യാനികൾ പറഞ്ഞു ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ സ്വർഗസ്ഥനായ പിതാവ് കർത്താവ് അതൊന്നു മാത്രമേ ഉള്ളൂ, വേറെയില്ല. ലോകത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ മതങ്ങളും തൗഹീദുർ റുബൂബിയ്യ, പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സംവിധാനിച്ച ശക്തി ഉണ്ടല്ലോ, ആ ശക്തി ഒന്നേ ഉള്ളൂ. ലോകത്ത് ഒരു മതക്കാർക്കിടയിലും ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. തൗഹീദുർ റുബൂബിയ്യയെ ലോകത്തിലെ മുഴുവൻ മതവിശ്വാസികളും അംഗീകരിക്കുന്നു, മതമില്ലാത്തവരും അംഗീകരിച്ചു. എന്തേ? ഈ പ്രപഞ്ചത്തിന്റെ ഈ സംവിധാനത്തിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന കോടാനകോടി ജോലികളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിൽ എവിടെയോ ഉണ്ട് എന്ന് ഭൗതിക ശാസ്ത്രജ്ഞന്മാരും നിരീശ്വരവാദികളും പോലും അംഗീകരിച്ചു. ആ ശക്തിയാണ് റബ്ബ്. ആ ശക്തി ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദുർ റുബൂബിയ്യ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ ഇലാഹായിട്ട് ഏകനായ അല്ലാഹു, ഇലാഹായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. എന്താണ് ഇലാഹ്? ഇലാഹ് എന്ന് പറഞ്ഞാല് ആരെയാണോ നമ്മൾ ആരാധിക്കേണ്ടത് ആ ശക്തിയെയാണ് ഇലാഹ് എന്ന് പറയുന്നത്. ആർക്കാണോ നമ്മൾ ആരാധനകൾ ചെയ്യേണ്ടത് ആ ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയുന്നത്. അഥവാ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുക. ഇവിടെ ഈ തൗഹീദിൽ ലോകത്തിലെ ഇസ്ലാമല്ലാത്ത സകല മതങ്ങളും, ഇസ്ലാം മതത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ തൗഹീദിൽ നിന്നും വഴിതിരിഞ്ഞു പോയി. തൗഹീദിൽ നിന്ന് എവിടെയാണോ വഴിതിരിയുന്നത് അവിടെ അവൻ ശിർക്കിലേക്കാണ് ചെന്നെത്തുക. തൗഹീദ് ഒരു നേർരേഖയാണ്, വളവില്ലാത്ത ഒരു രേഖ. ആ നേർരേഖയിൽ നിന്ന് എവിടെയാണോ അല്പം ചാടുന്നത്, നമുക്കൊരു പുഴയോട് സങ്കല്പിക്കാം. ഒരു പുഴക്ക് കുറുകെയുള്ള ഒരു പാലം, ആ പാലത്തിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയാലും പാലത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിയാലും പുഴയിലേക്കാ വീഴുക. അതേപോലെ നേർരേഖയായ തൗഹീദിൽ നിന്ന് ഏത് ഭാഗത്തേക്ക് വ്യതിചലിച്ചാലും, അല്പം മാത്രം വ്യതിചലിച്ചാലും ഒരുപാട് വ്യതിചലിച്ചാലും അവൻ ചാടുന്നത് ഷിർക്കിന്റെ മഹാസാഗരത്തിലേക്കാണ്. അപ്പോ തൗഹീദുൽ ഉലൂഹിയയിൽ ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി. എന്തേ? ആരാധന എന്നത് അള്ളാഹുവിന് മാത്രമല്ല മറ്റു പലർക്കും ചെയ്യാം എന്ന് ലോകത്തിലെ ഒട്ടുമിക്ക മതങ്ങള്, ഇസ്ലാമല്ലാത്ത മുഴുവൻ മതങ്ങളും,
ഇസ്ലാമിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന ഭൂരിപക്ഷ ആൾക്കാരും വിശ്വസിച്ചു. നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ച മക്കയിലെ ആളുകള്, ആ മക്കയിൽ പ്രവാചകനെ നിഷേധിച്ച മനുഷ്യന്മാരെ നമ്മൾ മക്ക മുശ്രിക്കുകൾ എന്നാണല്ലോ വിളിക്കാറ്. എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം? എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം? അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നോ? അള്ള ഉണ്ട് എന്നവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ? അള്ള പരമമായ ശക്തിയാണ് എന്നവർ വിശ്വസിച്ചോ? നോക്കൂ, മുഹമ്മദ് നബിന്റെ വാപ്പ, മുഹമ്മദ് നബി ജനിക്കുന്നതിന്റെ എത്ര വർഷം മുമ്പ് ജനിച്ച ആളാണ്? ഒരു 10-30 കൊല്ലം മുമ്പ് ജനിച്ച വ്യക്തിയാണ് മുഹമ്മദ് നബിയുടെ വാപ്പ. മുഹമ്മദ് നബിയുടെ വാപ്പ ജനിക്കുമ്പോ ആ വാപ്പാന്റെ വാപ്പ അബ്ദുൽ മുത്തലിബ്. എന്താണ് ഈ മുഹമ്മദ് നബിന്റെ വാപ്പാക്കിട്ട പേര്? അബ്ദുള്ള, അല്ലേ? എന്താ അബ്ദുള്ള എന്ന പദത്തിന്റെ അർത്ഥം? അള്ളാന്റെ അടിമ. അള്ളാഹു പരമമായ ശക്തിയാണ് എന്നും ആ പരമമായ ശക്തി അള്ളാഹുവാണ് എന്നും ഈ മനുഷ്യന്മാരൊക്കെ അള്ളാന്റെ അടിമയാണ് എന്ന കാര്യത്തില് പ്രവാചകൻ നിയോഗിക്കുന്നതിന് മുമ്പുള്ള ജാഹിലിയ്യ കാലം എന്ന് നമ്മൾ വിശേഷിക്കുന്ന എല്ലാ തിന്മകളുടെയും പ്രഭാവ കേന്ദ്രമായിരുന്ന ആ ജാഹിലിയ്യ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് പോലും വിശ്വസിച്ചു. എന്ത്? അള്ള ഉണ്ട്, അള്ളയാണ് പരമശക്തി, മനുഷ്യൻ അള്ളാഹുവിന്റെ അടിമയാണ്. പിന്നെ അവർക്ക് ലാത്തയുണ്ടായിരുന്നു, റുസ്സയുണ്ടായിരുന്നു, മനാത്തയുണ്ടായിരുന്നു. 360ഓളം വിഗ്രഹങ്ങളെയാണ് മക്ക വിജയത്തിന്റെ ദിവസം കാബാലയത്തിൽ നിന്നും പ്രവാചകൻ നീക്കം ചെയ്തത്. ഇത്രയേറെ വിഗ്രഹങ്ങൾ അവർക്കുണ്ടായി. അപ്പോ ഈ വിഗ്രഹങ്ങളൊക്കെ അവർ ആരാധിച്ചു. ഈ വിഗ്രഹങ്ങളൊക്കെ അള്ളാഹുവാണ് എന്നവർ വിശ്വസിച്ചോ? ഈ വിഗ്രഹങ്ങളാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നവർ വിശ്വസിച്ചോ? നോക്കൂ, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിലെ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. ഖുൽ, പ്രവാചകരെ താങ്കൾ ചോദിക്കുക മക്കയിലെ മുശ്രിക്കുകളോട്, എന്താണ്? മൻ യർസുഖുകും ഫിസ് സമാഇ വൽ അർളി, ആകാശത്തും ഭൂമിയിലുമുള്ള നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം നൽകുന്നത്? അമ്മൻ യംലികു സമഅ വൽ അബ്സാറ, ആരാണ് കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തിയത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി, നിർജീവമായ വസ്തുക്കൾക്ക് ജീവൻ നൽകുന്നത് ആരാണ്? ജീവനുള്ള വസ്തുക്കളെ മരിപ്പിക്കുന്നത് ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെ നിശ്ചയിക്കുന്നത്? റസൂലെ ചോദിക്കുക മക്കയിലെ മുശ്രിക്കുകളോട്. അവര് പറഞ്ഞോ ലാത്തയാണ് എന്ന്? അവര് പറഞ്ഞോ ഉസ്സയാണ് എന്ന്? ഇല്ല. അവരെന്താ പറഞ്ഞു തരങ്ങള്? തീർച്ചയായും അവർ പറയും അല്ലാഹ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് അല്ലാഹുവാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, ഭക്ഷണം നൽകുന്നത്, കേൾവിയും കാഴ്ചയും അടക്കമുള്ള മനുഷ്യന്റെ സകലമാന കഴിവുകളും ഉടമപ്പെടുത്തിയത് അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ മക്കാ മുശ്രിക്കുകൾക്ക് സംശയമില്ലായിരുന്നു. ഫഖുൽ, നബിയെ അവരോട് ചോദിക്കുക, അഫലാ തത്തഖൂൻ, ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ട് ആൾക്കാരെ നിങ്ങൾക്ക് സൂക്ഷ്മത കാണിച്ചൂടെ? നിന്നോ? നിർത്തിയില്ല പടച്ചോൻ. നോക്കൂ, സൂറത്ത് മുഅ്മിനൂനിലെ 84 മുതൽ 89 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു ചോദിക്കുന്നു, ഖുൽ, നബിയെ ചോദിക്കുക, ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ആൾക്കാരെ, വിവരമുള്ള ആൾക്കാരാണെങ്കിൽ പറയും, മക്കയിലെ മുശ്രിക്കോട് പറയാം, ഈ ഭൂമിയിലുള്ള സകലമാന വസ്തുക്കളും ആർക്കുള്ളതാണ്? ആരുടേതാണ് ഈ ഭൂമിയിലെ വസ്തുക്കളൊക്കെ? സയഖൂലൂന, അവർ പറയും, ലില്ലാ, അല്ലാഹുവിന്റേത്. ഖുൽ, അവരോട് ചോദിക്കുക, അഫലാ തദക്കറൂൻ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? വീണ്ടും ഖുൽ, നബിയെ ചോദിക്കുക, മർ റബ്ബുസ് സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം, ഏഴാകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? സയഖൂലൂന, അവർ പറയും, ലില്ലാ, അല്ലാഹുവാണ്. ഖുൽ, ചോദിക്കുക, അഫലാ തത്തഖൂൻ, പിന്നെന്താ മനുഷ്യന്മാരെ നിങ്ങൾ സൂക്ഷിക്കാത്തത്? ഖുൽ, അവരോട് വീണ്ടും ചോദിക്കുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെയും സർവാധികാരം ആരുടെ കയ്യിലാണ്? വഹുവ യുജീറു വലാ യുജാറു, എല്ലാവർക്കും ആശ്രയിക്കേണ്ട, ആരെയും ആശ്രയിക്കാത്ത ആ ശക്തി ആരാണ്? ഈ കുൻതും തഅലമൂൻ, വിവരമുള്ള ആൾക്കാരെ പറയും. സയഖൂലൂന, അപ്പോഴും അവർ പറയും, ഇല്ലാ, അല്ലാഹുവാണ്. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, പിന്നെ എവിടെയാണ് കൂട്ടരെ നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? നോക്കൂ, പ്രവാചകനെ പ്രബോധനം ചെയ്ത മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചു. ഇതൊക്കെ അവർ വിശ്വസിച്ച കാര്യം. ഇത് ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ആയത്തുകളല്ല,
വിശുദ്ധ ഖുർആനിലെ കൃത്യമായ ആയത്തുകൾ കളവല്ല. അള്ളാഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. പ്രവാചകൻ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൂക്ഷ്മതയിൽ തിരുകിക്കയറ്റലുകളില്ലാതെ മാറ്റിത്തിരുത്തലുകളില്ലാതെ നിലനിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ ആയത്ത. ആരാണ് ഭൂമിയുടെ അധികാരം? അള്ളാഹ്. ആരാ ഭക്ഷണം നൽകുന്നത്? അള്ളാഹ്. ആരാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അള്ളാഹ്. അപ്പം പിന്നെ നബിയെ അവരോട് ചോദിക്കുക, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ലാത്തയെയും ഉസ്സയെയും ഒക്കെ ആരാധിക്കുന്നത്? നോക്കൂ, അവര് പറഞ്ഞു, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചു വച്ചിരിക്കുന്ന ആളുകള് അവര് പറയാണ്, മാ നഅബുദുഹും, ഈ ഔലിയാക്കന്മാരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ, ദൈവങ്ങളാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല, അള്ളാഹുവിന് സമന്മാരാണ് എന്ന വിശ്വാസത്തോടു കൂടിയുമല്ല, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഞങ്ങൾ ആരാധിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത്. പിന്നെ എല്ലാ അധികാരവും അള്ളാഹ്ക്കാണ്, എല്ലാത്തിന്റെ സൃഷ്ടാവും അള്ളയാണ്, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇവരൊന്നും ദൈവങ്ങളുമല്ല, പക്ഷേ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ, ഞങ്ങൾ പാപികളാണ്, അള്ളാഹു ഒരുപാട് മേലെയാണ്, ഞങ്ങൾക്കും ഇടക്കുമിടയിൽ ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് അവർ പറയും, അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ, അവരാരും ദൈവങ്ങളല്ല. ഇതായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം. സുഹൃത്തെ, സത്യസന്ധമായിട്ട് ഓരോരുത്തരോട് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ വായിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒരു പുസ്തകത്തിലെ വരികളല്ല. ഞാൻ ഈ വായിച്ചത് ഇന്ന് സൗദി അറേബ്യയിലെ ഭരണകൂടം പുറത്തിറക്കുന്ന ഏതെങ്കിലും പുസ്തകത്തിലെ വരികളല്ല. നമ്മുടെയൊക്കെ കയ്യിൽ വീട്ടിലുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് ഞാൻ ഓതിയത്. സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്. നിങ്ങളൊന്ന് പോയി മറിച്ചു നോക്കി ഇതിലുള്ളതല്ലേ ആണ്. നോക്കൂ, ഈ വിശ്വാസം ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ? ഈ വിശ്വാസം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഏത് വിശ്വാസം? സാലിഹീങ്ങളായ ആളുകൾ അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ള മധ്യവർത്തികളാണ്, അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കാം, അല്ല പ്രാർത്ഥിക്കണം, അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തണം എന്ന വിശ്വാസം ഇന്ന് നമ്മുടെ നാട്ടിൽ നടപ്പുണ്ടോ? നടപ്പുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് തൗഹീദിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ വാപ്പയോട് ഈ തൗഹീദിനെ പറ്റി പറയാതിരിക്കും? എനിക്കെങ്ങനെ എന്റെ വാപ്പയോട് ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ സാധിക്കും? ഞാനത് പറയാതിരുന്നാൽ വാപ്പയുടെ ഏറ്റവും വലിയ ശത്രു ഞാനല്ലേ? എന്റെ വാപ്പ നരകത്തിൽ പോകുന്നതിൽ യാതൊരു പിന്നെ ഞാൻ എന്റെ വാപ്പാനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അല്ലെങ്കിലും സ്നേഹബന്ധം എന്നത് പലപ്പോഴും നമ്മുടെ പ്രബോധനങ്ങൾക്ക് തടസ്സാണ്. നാട്ടിൽ കണ്ടിറങ്ങിയാല്, ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്നാല് ഗൾഫുകാരന്റെ പൊതുവായ ഒരു സൃഷ്ടാണ് സലാം അലൈക്കും, എല്ലാരോടും സലാം, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, എല്ലാരോടും സലാം പറയും. അങ്ങനെ 10,000 ആൾക്കാരോട് സലാം പറഞ്ഞ് ഇങ്ങനെ വീട്ടിൽ വരുമ്പോണ്ടാവും വീടിന്റെ കൊലായി ഇങ്ങനെ പഴയ ചാരസാര മടക്കി വെച്ചാൽ വാപ്പ അങ്ങനെ ഇരിക്കണ്, പഴയ ഒരുപാട് വയസ്സായ വാപ്പ എന്നൊക്കെ പറഞ്ഞ അകത്തുകൾ കയറും. വാപ്പാനോട് സലാം അറിയില്ല, ബാക്കിയുള്ളവരോടൊക്കെ സലാം പറയും, വാപ്പാനോട് സലാം പറഞ്ഞില്ല. എന്തേ വാപ്പാനോട് സലാം പറയും? കാരണം എന്നില്ലെങ്കിൽ വാപ്പയല്ലേ. എന്താണ് ഈ സലാം പറയാന്നില്ല തെറി വരാന്നതിന്റെ അർത്ഥം അതിന്? വാപ്പാനോട് പറഞ്ഞത്ര മോശാവാൻ. സലാം അലൈക്കും വാപ്പ അങ്ങക്ക് പടച്ചോണ്ട് രക്ഷ ഉണ്ടാവട്ടെ എന്ന് വാപ്പാനോട് നമ്മളെ പറയാൻ നമ്മുടെ നാവ് വളയുന്നില്ല. സ്നേഹബന്ധങ്ങൾ തടസ്സമാവുക. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എങ്ങനെ നടന്നാലും ഓട് കണ്ട തട്ടടാ നടക്കണേ, എന്തോ ഒരു നാവാ നമുക്ക് പറയാൻ. നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മകളോ ഭാര്യയോ തട്ടടാതെ പുറത്തിറങ്ങിയാല് ഭാര്യയോട് പറയാൻ, മൗലവി നിങ്ങള് അടുത്ത ക്ലാസ്സിൽ നിങ്ങള് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി പറയാനുണ്ടോ? അപ്പൊ എന്താ സുഹൃത്ത് എനക്ക് പറഞ്ഞൂടെ? രാത്രി ഇങ്ങനെ തലേണയിൽ കടന്നുകാണ്ട് ലോകത്തിലുള്ള സകല കാര്യവും പറയുന്ന കൂട്ടത്തിൽ എന്റെ ബ്ലൗസിന്റെ ഇറക്കലേശം കൂട്ടണട്ടോ എന്ന് പറഞ്ഞൂടെ? അത് മൗലവി ഞാൻ പറഞ്ഞാൽ പിന്നെ നമ്മളോട് വെറുപ്പാവും. പിന്നെ ആ പ്രശ്നം, അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. മൗലവിനെ വെറുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളോട് ഭാര്യ തെറ്റിയ ലേശം കണക്കാണ്. അതുകൊണ്ട് സ്നേഹബന്ധങ്ങള് ഇസ്ലാമിനെ പറ്റി പറയാൻ തടസ്സാവരുത്. തൗഹീദിന്റെ കാര്യത്തിൽ ഒരിക്കലും ബാപ്പയാണ് ഈ വഴിവണച്ച മാർഗത്തിൽ പോകുന്നത് എങ്കിൽ ബാപ്പാക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം ചെക്കുകളെക്കാളേറെ, ഡ്രാഫ്റ്റുകളെക്കാളേറെ, രസമൂലാരിഷ്ടത്തിന്റെ കുപ്പികളെക്കാളേറെ ബാപ്പക്ക് നമുക്ക് ചെയ്യാനാവുന്ന ഏറ്റവും വലിയ സേവനം
വാപ്പാനെ തൗഹീദിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ നാളെ നമ്മുടെ മുമ്പിൽ കൂടി നമ്മുടെ വീടിന് തീ കത്തുക. ആ തീ കത്തുന്ന വീട്ടിൽ നിന്ന് സ്വന്തം വാപ്പാനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ നമുക്ക് ശ്രമിക്കാനാവും. അതിന് ശ്രമിക്കാതെ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കിക്കണ മകനെ പറ്റി എന്താ അഭിപ്രായം പറയാ? ക്രൂരൻ, ക്രൂരൻ. ആ വാപ്പാനെ രക്ഷിക്കാൻ പോട്ടെ, രക്ഷിക്കാൻ ശ്രമിച്ചോന് നോക്കൂ, അതിനേക്കാൾ മാരകമായ ഭൂമിയിലെ തീനേക്കാളേറെ 70-ലേറെ ഇരട്ടി മാരകമായ നരകത്തിലേക്കുള്ള വിറകായിട്ട് നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും ബാക്കിക്കാരും നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കുന്നുവെങ്കിൽ ശുദ്ധ കപടനല്ലേ നമ്മൾ? മനസ്സിൽ സ്നേഹമില്ലാത്തവൻ നമ്മൾ സ്നേഹമുള്ളവനായിരുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷിക്കുമായിരുന്നില്ലേ? അതിന് അവർ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാക്ക് തീരെ ഇഷ്ടമല്ലെങ്കിലും ഉമ്മയെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചതുപോലെ വാപ്പാക്കും ഉമ്മാക്കും എത്ര ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അത് പറയില്ലേ, വാപ്പ അത് വേണ്ടട്ടോ, അപകടാട്ടോ, 100 വട്ടം പറയുമ്പോഴെങ്കിലും നമ്മളെ നാട്ടിലൊന്ന് ചിന്തിക്കും, എന്റെ മോൻ പറയുന്നില്ല എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ നമ്മൾ ഒറ്റ വട്ടവും പറഞ്ഞില്ല. ദാവത്ത് നടന്നു. സാധാരണ നാട്ടില് പ്രവർത്തകരൊക്കെ കൂടി ഇങ്ങനെ ദാവത്തിന് ഇറങ്ങും. ദാവത്തിന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ കുറെ ദിവസം പറയും, ആ പെരേക്ക് ഞാനില്ല, അവിടെ നിങ്ങൾ പോയിക്കോളി, ഞാൻ അപ്പുറത്തെ വീട്ടിലുണ്ടാവും. അതെന്താ? അല്ല, അത് എളാപ്പാന്റെ വീട്, അവിടെ അല്ല. എളാപ്പാന്റെ വീട്ടിൽ പറയേണ്ട ബാധ്യത ഓന ആദ്യം. കാരണം പ്രബോധനം തുടങ്ങേണ്ടത് രക്തബന്ധത്തിൽ നിന്നാണ്. പക്ഷേ രക്തബന്ധത്തിൽ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ സ്നേഹങ്ങൾ ബന്ധനങ്ങളായി തീരുകയാണ്. ബന്ധങ്ങൾ ബന്ധനങ്ങളായി തീരുന്ന ദയനീയമായ കാഴ്ച. സ്നേഹം കൊണ്ടാ പ്രബോധനം ചെയ്യണത്, വെറുപ്പോണ്ടല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ആ മകന്റെ മനസ്സിൽ കുതിച്ചു പൊന്തിയത് വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതമായിരുന്നില്ല. വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട പിതാവിനോടുള്ള തീർത്താൽ തീരാത്ത പകയായിരുന്നില്ല. ആ മകന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ ആർദ്രമായ സമുദ്രമാണ് തിരയടിച്ചത്. എന്റെ പിതാവേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന മകനെ നമ്മളൊക്കെ എന്താ വിളിച്ചറിഞ്ഞു പോവുക? തന്ത പിന്നെ കണ്ടോളാന്ന് പറയാ. അത് പറയാതെ ഞാൻ പൊറുക്കെന്ന് തീടുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്നേഹമുള്ള ഒരു പ്രവാചകന്റെ പ്രബോധനത്തിന്റെ നല്ല ഒരു മാതൃകയാണ് നമ്മുടെ മുമ്പിൽ. അപ്പോ ഞാൻ തിരിച്ചു വരട്ടെ. തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ മുസ്ലിം ലോകത്ത് ഇന്ന് മുസ്ലിങ്ങളാണെന്ന് പറയുന്നവരിൽ വ്യാപകമായ വഴികേടുണ്ടായിട്ടുണ്ട്. അള്ളാഹു ഞങ്ങള് അല്ലാത്തവരെ ആരാധിക്കുന്നില്ലല്ലോ, പ്രാർത്ഥിക്കണല്ലേ ഉള്ളൂ. പ്രാർത്ഥന എങ്ങനെ ആരാധനയാവുക? അത് റസൂലിനോട് ചോദിക്കുക. റസൂൽ പറഞ്ഞല്ലോ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. റസൂലാ പറഞ്ഞത്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വചനങ്ങളല്ല. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, റസൂൽ പഠിപ്പിച്ചു. അപ്പോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചാൽ അത് വ്യക്തമായ വഴികേടാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. മക്കയിലെ മനുഷ്യന്മാര് മുശ്രിക്കുകളായത് അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനെ ആരാധിക്കാത്തത് കൊണ്ടുമല്ല. പിന്നെ നോക്കൂ, ബദർ യുദ്ധം റസൂലുള്ളാഹി നടത്തിയ ഇസ്ലാമിലെ 1ാമത്തെ യുദ്ധം, മുസ്ലിം ചരിത്രത്തിലെ ചടങ്ങുന്ന ഒരു സംഭവം, ഒരു മുസൽമാൻ ഒരിക്കലും മറക്കാനാവാത്ത സംഭവം ബദർ യുദ്ധം. എന്തേ ബദർ യുദ്ധം? ആര് തമ്മിലാ ബദർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്? ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറ്റൊരു ഭാഗത്ത് നിരീശ്വരവാദികളുമാണോ? ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് ക്രിസ്ത്യാനികളുമാണോ? ഒരു ഭാഗത്ത് ജൂതന്മാരും മറുഭാഗത്ത് മുസ്ലിങ്ങളുമാണോ? ഒരു ഭാഗത്ത് മറ്റേതെങ്കിലും മതക്കാരനും മറുഭാഗത്ത് മറ്റേതെങ്കിലും ഒരു മതക്കാരനുമാണോ? അല്ല. വിശുദ്ധ കഅബാലയത്തിന്റെ സംരക്ഷകനായ വിശുദ്ധ നമുക്ക് പറയാം, നേരെ പറയുകയാണെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ ആൾക്കാരെന്ന് പറയാം. കാലങ്ങളായിട്ട് വിശുദ്ധ കഅബാലയത്തെ സംരക്ഷിച്ചു വരുന്ന മക്കയിലെ ഖുറൈശികളാ ഒരു ഭാഗത്ത് മുശ്രിക്കുകള്, മറുഭാഗത്ത് അതേ മക്കയിലെ ആളുകളാണ് മുസ്ലിങ്ങള്. എന്തേ അവരെ വല്ല വ്യത്യാസം? നോക്കൂ, ബദർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സത്യത്തിന്റെ ആളുകളും അസത്യത്തിന്റെ ആൾക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നിനക്കറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ഭിന്നിപ്പിച്ചവരാണ്, ചിത്രപ്പെടുത്തിയവരാണ് മുഹമ്മദ്. അള്ളാഹുവേ, നിനക്കറിയാം ആരാണ് സത്യത്തിന്റെ ആള്, ആരാണ് അസത്യത്തിന്റെ ആള്. പുറപ്പെട്ട മുജാഹിദുടൻ എന്ന് പറഞ്ഞുകൊണ്ട് മോയിൻകുട്ടി വൈദ്യര് പാട്ട് പാടിയിരുന്നു. ആ പാട്ട് ഇതേ വരില്ല. നിനക്കറിയാം റബ്ബേ ആരാണ് സത്യത്തിന്റെ ആള്, അസത്യത്തിന്റെ ആള്. നീ അവരെ സഹായിക്കണേ. ആരോടാ അബൂലാബ് പ്രാർത്ഥിച്ചത്? ജാത്തയോടാണോ, ഉസ്സയോടാണോ, മനാസിയോടാണോ, ഇബ്രാഹിം നബിയോടോ, ഈസാ നബിയോടോ ഒന്നുമല്ല. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഏകനായ പടച്ചവനോട് പ്രാർത്ഥിച്ചു. മറുഭാഗത്തോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ സുജൂദിലാണ്.
ദീർഘമായ സുജൂദ്. ആ സുജൂദിൽ എഴുന്നേറ്റ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ലോകത്ത് നിന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയാനുള്ള വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബേ, ഈ ചെറിയ ഒരു സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ ലോകത്ത് മറ്റാരും ഉണ്ടാവുകയില്ല റബ്ബേ. അതുകൊണ്ട് പടച്ചോനെ, നിന്റെ സഹായം ആവശ്യമാണ്. എന്തെവിടെ വ്യത്യാസം? അബൂലഹബ് പ്രാർത്ഥിച്ചു അള്ളാനോട്, മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു അള്ളാനോട്, ഏറ്റുമുട്ടിയത് രണ്ടു കൂട്ടരും അള്ളാനോട് പ്രാർത്ഥിച്ചോല്. പിന്നെ എന്താ ഇവിടെ വ്യത്യാസം? വ്യത്യാസം മുഹമ്മദ് നബിയും കൂട്ടരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടും മാത്രം, അബൂലഹബും കൂട്ടരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടും പിന്നെ മറ്റു ചിലരോടും. ആ മറ്റു ചിലർ അള്ളയാണോ? അല്ല. പിന്നെ അവർ ദൈവങ്ങളാണോ? അതുമല്ല. പിന്നെ ദൈവത്തിലേക്കുള്ള ഞങ്ങളുടെ ശുപാർശകർ. നോക്കൂ, അവർ ആരാധിച്ച ഒരു പ്രധാനപ്പെട്ട വിഗ്രഹമായിരുന്നു ലാത്ത. ലാത്തയെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. ലാത്ത എന്നത് ആ സമൂഹത്തിൽ ജീവിച്ച വളരെ നല്ല ഒരു മനുഷ്യൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ, ആൾക്കാരെല്ലാവരും അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി. ലാത്തക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ സംസവെള്ളം ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ ചീന്ന് വന്ന് പാറിക്കണ ഒരു കാലല്ല. മക്കയിൽ വെള്ളമില്ലാത്ത ഒരു കാലഘട്ടത്തില് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുനിന്ന് ദീർഘമായി യാത്ര ചെയ്ത് ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകൾക്ക് കുടിക്കുവാനുള്ള വെള്ളവും പശിയടക്കാനുള്ള ഭക്ഷണവും സൗജന്യമായി കൊടുക്കുന്ന വ്യക്തിയാണ് ലാത്ത. അതിലേറെ വലിയൊരു പുണ്യം എന്തായാലും കിട്ടല്ലേ? ആ ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് ഇന്നൊരു ഗവൺമെന്റ് മുഴുവനും ചെയ്യുന്ന ജോലി ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ലാത്ത. അങ്ങനെ ഒരു പാറമ്മ ഇരുന്ന് കണ്ട ലാത്ത ഇങ്ങനെ വെള്ളം കൊടുക്കുക. ആ പാറന്റെ അടുത്തെത്തുമ്പോ എല്ലാവർക്കും ലാത്ത വെള്ളം കൊടുക്കും. അങ്ങനെ ലാത്ത മരിച്ചു ആയുസെത്തിയപ്പോ. പിറ്റത്തെ കൊല്ലം ഹജ്ജിന് വന്ന ആൾക്കാര് ആ പാറന്റെ അടുത്ത് വന്നപ്പോ ഇങ്ങനെ ഓർത്തു, ലാത്ത ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം കുടിക്കായിരുന്നു, വിശപ്പടക്കായിരുന്നു, ലാത്ത അല്ലാതെയല്ലോ. പിന്നെ ആ പാറനെ കാണുമ്പോഴൊക്കെ അവർ ലാത്തനെ ഓർത്തു. പിന്നെ അവർക്ക് തോന്നി ലാത്തയെ മറക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ പാറയിൽ നിന്ന് തന്നെ ലാത്തയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കണം. തലമുറ ലാത്തയുടെ വിഗ്രഹം ഉണ്ടാക്കി. കാലങ്ങൾക്ക് ശേഷം പിന്നെ അവർക്ക് തോന്നി ലാത്ത എന്ന ഈ നല്ല മനുഷ്യനെ സ്മരിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ലാത്തയുടെ വിഗ്രഹം കഅബാലയത്തിന്റെ അടുത്തേക്ക് മാറ്റണം. ലാത്തയുടെ വിഗ്രഹം കഅബാലയത്തിന്റെ അടുത്തേക്ക് മാറ്റി. പിന്നെയും തലമുറകൾക്ക് ശേഷം കഅബാലയത്തിന്റെ അടുത്തൊരു വിഗ്രഹം ഉണ്ടെങ്കിൽ അത് ലാത്തയുടേതാണെങ്കിൽ, ലാത്ത നല്ലവനാണെങ്കിൽ നമുക്ക് ലാത്തയോട് പ്രാർത്ഥിക്കാലോ, നമുക്ക് വേണ്ടി ലാത്ത റബ്ബിനോട് ശുപാർശ ചെയ്യും എന്നവർ വിശ്വസിച്ചു. അങ്ങനെ ലാത്ത അവർ ആരാധിക്കുന്ന ഒരു വിഗ്രഹമായിട്ട് മാറി. ഉസ്സയും മനാത്തയും ഒക്കെ അങ്ങനെ കടന്നു വന്നതാ അവരുടെ ജീവിതത്തിലേക്ക്. ലോകത്ത് ജീവിച്ച നല്ല മനുഷ്യന്മാര് അവര് മരിച്ചുപോയപ്പോൾ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനുള്ള മധ്യവർത്തികളായിട്ട് ഈ ആളുകളെ ഉപയോഗിക്കാമെന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു. അവർക്കെതിരെയാണ് കൂട്ടരെ ബദറിൽ നബി ഏറ്റുമുട്ടിയത്. ഒരു ബദറിന് സമയമായിരിക്കുമ്പോ മുസ്ലിങ്ങളെ ആയുധമെടുക്കുവിൻ എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ചീത്ത പറയാറുണ്ട് സലഫികളെ. ഈ ഒരു ആയുധമെടുക്കുന്നതിന് എപ്പോഴും തടസ്സമുള്ളത് ഈ മുജാഹിദുകളാണ്, സലഫികളാണ്. ഓരോ എവിടെങ്കിലും ആൾക്കാർ ഒരുമിച്ച് കൂടി അന്ന് അവിടെ വയലു വെക്കും തൗഹീദ്, വിറ്റതോടുകൂടി എല്ലാം ഐക്യം നിന്ന് എല്ലാം പ്രശ്നമായി. ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. നോക്കൂ, ബദർ യുദ്ധം നാട്ടിൽ നടക്കുന്നുവെങ്കിൽ, നബിയുടെ കാലത്തെ പോലെ ഒരു ബദർ ഇന്ന് നാട്ടിൽ നടക്കുന്നുവെങ്കിൽ ആരായിരിക്കും ബദർ യുദ്ധത്തിൽ പ്രവാചകന്റെ ഭാഗത്ത് നിൽക്കുന്നത്? ആരായിരിക്കും അബൂലഹബിന്റെ ഭാഗത്ത് നിൽക്കുന്നത്? ക്രിസ്ത്യാനികളാവൂല, ജൂതന്മാരാവൂല, ഹിന്ദുക്കളാവൂല. ബദറാണ് യുദ്ധമെങ്കിൽ, ബദറിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് യുദ്ധമെങ്കിൽ, രാജ്യം സ്വതന്ത്രമാക്കാനല്ല, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാണോ ബദർ യുദ്ധം നടന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ബദർ യുദ്ധം. ആ ബദറിന്റെ എന്തിനു വേണ്ടി ബദർ യുദ്ധം നടന്നോ ആ ആവശ്യത്തിന് വേണ്ടി ഇന്നൊരു യുദ്ധം നാട്ടിൽ നടക്കുന്നുവെങ്കിൽ ഒരു ഭാഗത്ത് ആരായിരിക്കണം നിൽക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാര്, മറുഭാഗത്തോ അല്ലാഹുവല്ലാത്ത കുറെ ആളുകളെ ശുപാർശകരായിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും. ഞാൻ പച്ചയായിട്ട് ചോദിക്കട്ടെ, ആരൊക്കെക്കാരായ ഏറ്റുമുട്ടല്? ഉത്തരങ്ങൾ പറയേണ്ട, ആളുകളെ മനസ്സിനോട് ചോദിക്കുക, പറയാ, നിങ്ങൾക്ക് കിട്ടും ആരൊക്കെക്കാരോട് ഏറ്റുമുട്ടുക. അപ്പോ തൗഹീദുൽ ഉലൂഹിയ്യത്ത്, തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാല് ആരാധനയിൽ ആരാധന അർപ്പിക്കാൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ആരാധന പാടില്ല, പ്രാർത്ഥന പാടില്ല. നോക്കൂ, വിശുദ്ധ ഖുർആൻ നോക്കിങ്ങള്. ഇപ്പൊ ഈ മുസ്തഹഫിന് ഏകദേശം
604 പേജുണ്ട് ഈ പുസ്തകം. വലിയ പ്രിന്റ് ആയതുകൊണ്ട് എത്ര പേജ്. ഈ പുസ്തകം തുടങ്ങുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന് മുമ്പ് നമ്മളോട് അള്ളാഹു പറഞ്ഞു, ഖുർആൻ ഓതുന്നതിന് മുമ്പ് നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. എന്താ അർത്ഥം? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവേ. ഖുർആൻ ഓതുന്നതിന് മുമ്പ് നിങ്ങൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതണം. എന്താ അർത്ഥം? ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവേ നിന്നോട് ഞാൻ ശരണം തേടും. അങ്ങനെ നമ്മൾ ആരംഭിച്ച ഈ ഖുർആൻ പാരായണം എവിടെ അവസാനിപ്പിക്കുന്ന നിങ്ങള്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവേ നിന്നോട് ഞാനിതാ ശരണം തേടും. രണ്ടും പ്രാർത്ഥനയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നൊരു പ്രാർത്ഥന, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് വേറെ ഒരു പ്രാർത്ഥന. അതായത് ഈ പേജുകൾ ഇങ്ങനെ അങ്ങോട്ട് മറിച്ചു നോക്കിയാൽ ഒരു പേജിലുമില്ല റബ്ബിനോടുള്ള ഒരു പ്രാർത്ഥന ഇല്ലാത്ത ഒരു പേജ് ഈ ഖുർആൻ അരിച്ചു പൊറുക്കിയ കാണൂലങ്ങള്. അത് ആരെങ്കിലും പ്രാർത്ഥിച്ചതല്ല, പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ. മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് രക്ഷപ്പെടാൻ വേണ്ടി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, മാരകമായ രോഗം പിടിപെട്ട് സമൂഹം മുഴുവനും ബഹിഷ്കരിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറന്തള്ളിയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരുപാട് കാലത്തെ കണ്ണീര് കൊണ്ടും ആശമുറിയാതെ ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയേറെ പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കഷ്ണം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന ഇത്രേ കണ്ടിട്ടില്ല എവിടെയും. തെരഞ്ഞു നോക്കേണ്ടി. നിങ്ങൾ കണ്ടോന്നോ? നമ്മൾ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കേണ്ടി എവിടെയെങ്കിലും ഉണ്ടോ? നബി പഠിപ്പിച്ചു പ്രാർത്ഥന. കക്കൂസിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ, പുറത്തു വരുമ്പോ പ്രാർത്ഥിക്കാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ, വീട്ടിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ, പള്ളിക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കാൻ, പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാൻ. എത്ര പ്രാർത്ഥന നബി പഠിപ്പിച്ചു! എത്ര പ്രാർത്ഥന! ഈ പ്രാർത്ഥനകളൊക്കെ ഒന്ന് നോക്കി. ഏതെങ്കിലും ഒരു പ്രാർത്ഥന ഒന്നിലും വേണ്ട. കക്കൂസ് പോകുമ്പോൾ മോശം ഏർപ്പാടല്ലേ? കക്കൂസ് പോകുമ്പോഴുള്ള പ്രാർത്ഥനയെങ്കിലും അല്ലാഹു അല്ലാതെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ അനുവാദം തന്നോ? ഇല്ല. പിന്നെ എന്തിനാണ്? അപ്പൊ തോന്നും അല്ലാഹു കുറെ ദൂരല്ലേ. നമ്മൾ വിളിച്ച പാപികളായ നമ്മൾ വിളിച്ച അല്ല കേൾക്കൂല. അതുകൊണ്ട് കുറെ നല്ല മനുഷ്യന്മാര് ഭൂമിയിൽ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. അവർക്ക് ഭൂമിയിൽ കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യമാണ് 100 വട്ടം സത്യമാണ്. അത് നിഷേധിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ നിഷേധിക്കാൻ പാടില്ല. അവരുടെ കറാമത്തുകളെ പുച്ഛിച്ചു തള്ളാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. അത് അള്ളാഹ് അവരെ ബഹുമാനിച്ചതാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ബഹുമാനാണ്. അള്ളാഹ് അവർക്ക് കൊടുത്ത ബഹുമാന. ആ കറാമത്ത് കിട്ടിയ ആൾക്കാരോട് എന്തേ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എന്തേ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഖിലാഫത്തിന് വേണ്ടി പ്രശ്നമുണ്ടാവുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ മുസ്ലിം ലോകത്തുണ്ടായി! എന്തൊക്കെ പ്രശ്നങ്ങൾ നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ട് കിടക്കുന്ന റസൂലിന്റെ മക്ബറ അവരുടെ കൺമുമ്പിലാണ്. വണ്ടിക്കൂലി വേണ്ട, ജീപ്പ് വിളിക്കൂലി വേണ്ടാണ് പോവാൻ. ആ കൺമുമ്പിലുള്ള പ്രവാചകൻ അവിടെ ഉണ്ടായിട്ട് പ്രവാചകനെക്കാളേറെ വല്ല ഒരു വലിയ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? പ്രവാചകനേക്കാൾ വലിയ ഒരു ഔലിയ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ? പ്രവാചകനേക്കാളേറെ റബ്ബിലേക്ക് അടുത്ത മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. അള്ളാന്റെ റസൂലിനെക്കാളേറെ അള്ളാഹുവിലേക്ക് അടുത്ത ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല. ആ റസൂലിന്റെ ഖബർ അവിടെ എങ്ങനെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു സഹാബി, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും കാര്യപ്പെട്ടവരൊക്കെ പോട്ടെ, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അള്ളാന്റെ റസൂലെ സമൂഹത്തിൽ കുഴപ്പമുണ്ടായിരിക്കുന്നു, രക്ഷിക്കണമേറെ പ്രവാചകരെ എന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഇന്ന് വരെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല, ഹദീസുകളിലില്ല. പക്ഷെ നോക്കൂ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സമൂഹം അള്ളാഹുവിനെക്കാളേറെ ഔലിയാക്കളെ വിളിക്കുന്നു. അള്ളാഹുവിനെക്കാളേറെ ഔലിയാക്കളെ ആദരിക്ക ചുരം കയറാണ്. ചുരം കയറുമ്പോഴൊരു പള്ളി ആകെ കാട് പിടിച്ച് വള്ളിക്കുടിനുള്ളിൽ പള്ളിയാണ് എന്നതിന്റെ അടയാളം ഒരു മിഹ്റാബ് ഉണ്ട്, മാത്രം. വാങ്ങ് കൊടുക്കാൻ ഒരാളെ പൈസ ഇല്ല, തട്ടിക്കൊട്ടി അടിച്ചു വാരാൻ ഒരാളെ വെക്കാൻ പണമില്ലാത്ത കൊണ്ട് കാട് കുടിക്കുക പള്ളി. ആളില്ല നിസ്കരിക്കാന്. കുറച്ചപ്പുറത്ത് ബസ് നിന്ന്, KSRTC ബസ്സായിരുന്നു, ബസ് നിന്ന് നോക്കിയപ്പോൾ കണ്ടക്ടർ ബാഗ് തുറന്നുകാണ്ട് നോട്ട് ഇങ്ങനെ അങ്ങോട്ട് അവന്റെ ഒരു പച്ച പുതപ്പുകൊണ്ട് പുറച്ച ഒരു കൂടാറുണ്ട് അവിടെ. എന്താണ് ഈ കണ്ടക്ടർ വിശ്വാസങ്ങള്? ഈ
ചുരം കയറുമ്പോ വണ്ടി മറിയാതെ കേസ് വിചാരിക്കണം. അപ്പുറത്ത് പടച്ചോന്റെ പള്ളി ആളില്ലാതെ 10 പൈസക്ക് മണ്ണെണ്ണ വാങ്ങി ഒരു തിരികെത്തിക്കാൻ പൈസ ഇല്ലാതെ അടച്ചുപൂട്ടിയപ്പോ നെറുകയിൽ ഇങ്ങനെ പൊറുക്കാൻ ആളിരിക്കുക. എന്താ നിങ്ങള് പടച്ചോനൊന്നും കഴിയില്ല, ഒരു ബസ് തടഞ്ഞു നിർത്താൻ നിർത്തുമെന്ന് പറഞ്ഞാലേ ഏത് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്നുള്ള വിശ്വാസം ഇത് വെറും വിശ്വാസമല്ല. എനിക്ക് എന്റെ സ്വന്തം അനുഭവം ഉണ്ട്. നാട്ടിലൊരു പ്രശ്നം, ഒരു കുടുംബത്തിലെ മരുമകളും അമ്മായി അമ്മയും എന്ന പ്രശ്നം രൂക്ഷമായി കൊല്ലാൻ ശ്രമിച്ചു എന്ന് വരെ പരാതി ഉണ്ടായി. അവസാനം മധ്യസ്ഥന്മാര് കൂടി കേസ് കോടതിയിലെത്താതെ തീർക്കണല്ലോ. അമ്മായിനി മരുമകളും അല്ലേ, എന്താ മദ്യം പറയാ? സത്യം ചെയ്യണം. എവിടെ സത്യം ചെയ്യേണ്ടത്? സത്യം ചെയ്യേണ്ടത് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വലിയ തങ്ങളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ സാന്നിധ്യത്തിൽ ദീർഘയിൽ വെച്ച് സത്യം ചെയ്യണം. സത്യം ചെയ്യണം. നമ്മൾ പറഞ്ഞ കൂട്ടരെ പള്ളിക്കത് ചെയ്താൽ പോരെ, പടച്ചോന്റെ പേര് ചെയ്താൽ പോരെ? പോരാ, അതൊന്നും ശരിയാവൂല. ഓളെ കുരിക്കണമെങ്കിൽ ദീർഘി തന്നെ പോകണം പറഞ്ഞേ. പടച്ചോണൊന്നും അത്ര പവറില്ല, ഷേഖിനെ കഴിഞ്ഞേ പടച്ചോനെ കൊള്ളൂ എന്ന വിശ്വാസത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടില്ലേ? റബീഉൽ അവ്വലിനെ നോക്കി അല്ലെങ്കിൽ റമളാൻ 17-നൊക്കെ ആണ്ട് നടത്തുന്ന ആൾക്കാര് ചോറ് വെക്കാനും വിതരണം എന്തൊരു സജീവീകരണം. ആ സജീവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പള്ളിയിൽ ജമാഅത്തിന് വരാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ ഉണ്ടാവാറില്ല. അള്ളാഹ്വിനെക്കാൾ ഏറെ സ്നേഹം ബഹുമാനം ഇവർക്കാ കൊടുത്തത്. അവിടെ നമ്മുടെ സമൂഹം എത്തിയെങ്കിൽ തൗഹീദ് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കൂല. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറയാ. അത് സമൂഹം അംഗീകരിക്കുന്നത് വരെ പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്ന. അവർ തൗഹീദിൽ ഉലൂഹിയ്യ റസൂലുള്ളാഹി നമ്മള് ഏറെ ബോധവൽക്കരിച്ചൊരു വിഷയമാണ്. വളരെ വിശദമാണ് വിഷയം. ഒരുപാട് പറയുന്ന സമയം ഞാൻ നിർത്തും. ഞാൻ അടുത്ത് നമ്മുടെ തൗഹീദിന്റെ 3-ാമത്തെ ഭാഗം, തൗഹീദ് ഫീ അസ്മാഇഹി വസിഫാത്തിഹി. അള്ളാഹുവിന്റെ സിഫത്തുകളിലും അള്ളാഹുവിന്റെ ഇസ്മുകളിലും അള്ളാഹു ഏകനാണ്. അതെന്താ അങ്ങനെ? അള്ളാഹുവിന്റെ സിഫത്തിലും അള്ളാഹുവിന്റെ ഇസ്മിലും അള്ളാഹ് ഏകനാണ് പറഞ്ഞാല് എന്താണ് സിഫത്ത് എന്ന് പറഞ്ഞാല്? എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാല്? അള്ളാഹു ബസീറാണ്. അള്ളാഹു ബസീറാണ്, നമുക്കറിയാം. അള്ളാഹു ബസീറാണ്. എന്താ ബസീർ എന്ന് പറഞ്ഞാൽ? അപ്പൊ അള്ളാന്റെ ഒരു പേരാണ് ബസീർ. എന്താ ബസീർ എന്ന് പറഞ്ഞാല്? എല്ലാം കാണുന്നവൻ. അള്ളാന്റെ ഒരു സിഫത്താണത്, വിശേഷണം. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, സവിശേഷത എന്നൊക്കെ പറയാം. മനോഹരമായ പൂവ് എന്നതില് മനോഹരമായ എന്നുള്ള പദത്തിന് വിശേഷണം എന്ന് പറയും. അറബിയിലും അങ്ങനെ പറയും. അൽ ബൈത്തു ജമീൽ എന്ന് പറഞ്ഞാല് ജമീല് വിശേഷണമാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു ബസീർ, അള്ളാഹു എല്ലാം കാണുന്നവനാണ്. ഈ ബസീർ എല്ലാം കാണുന്നവൻ എന്ന വിശേഷണം അള്ളാന്റെതാണ്. എന്താ അതിൽ തൗഹീദ് എന്ന് പറഞ്ഞാല്? എല്ലാം കാണുന്നവൻ അള്ളാഹുവാണ്. പോരാ, എല്ലാം കാണുന്നവൻ അള്ളാഹു മാത്രമാണ്. പോരാ, എല്ലാം കാണുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരില്ല. ഇതാണ് വിശ്വസിക്കാത്ത മുസ്ലിം അല്ല. അള്ളാഹിനെ പോലെ വേറെ ചിലർക്കും എല്ലാം കാണാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദിന്റെ ഋതുരേഖയിൽ നമ്മൾ താഴെ വീഴുകയാണ്. അവൻ ശിർക്കിലേക്കാണ് പോയത്. എല്ലാം കാണുന്നവൻ അള്ളാഹ് മാത്രമല്ല, വേറെ ചില ആൾക്കാരുണ്ട്. ഞാൻ ഒരുപാട് ഉദാഹരണം വിശേഷിക്കാറ്. പ്രവാചകൻ പഠിപ്പിച്ച ഒരു വാക്ക് പറയട്ടെ. ആരെങ്കിലും ഒരു ജ്യോതിഷ്യന്റെ അടുത്ത് പോയി, എന്നിട്ട് അവൻ പറഞ്ഞതിൽ വിശ്വസിച്ചു. ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ഓന്റെ 40 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞു. ജ്യോതിഷന്റെ അടുത്ത് പോയാലിട്ടോ. ഇനി പോയി അവൻ പറഞ്ഞത് വിശ്വസിച്ചു എങ്കിലോ അവൻ മുഹമ്മദിനെ പഠിപ്പിച്ച മതത്തിൽ കാഫിറായിരിക്കുന്നു. അവൻ കാഫിറായിരിക്കുന്നു. മുഹമ്മദ് നബി പഠിപ്പിച്ച ഈ ഇസ്ലാം മതത്തിൽ നിന്ന് കാഫിറായി. എന്തേ? ജ്യോത്സ്യന്റെ അടുത്ത് പോയി ചോദിച്ചാല് എന്തപ്പ ജ്യോത്സ്യം ഇത്ര, എന്തപ്പ ജ്യോത്സ്യം കൊമ്പുള്ള ആളാ, ഇതെന്താ ജ്യോത്സ്യന്റെ അടുത്ത് പോയി അയാൾ പറഞ്ഞു ചോദിച്ചാല് ജ്യോത്സ്യൻ എന്താ പറഞ്ഞേ? ജ്യോത്സ്യനിൽ നിന്ന് എന്ത് കേൾക്കാനാണ് നമ്മൾ പോയത്? നമ്മുടെ ജീവിതത്തിലെ ഭാവിയിൽ നടക്കാൻ പോകുന്ന വരും വരായികളെ പറ്റി അറിയാൻ വേണ്ടിയ ജ്യോത്സ്യന്റെ അടുത്ത് പോയത്. ജീവിതത്തിലെ ഭാവി കാര്യങ്ങൾ അറിയാനേ, മറഞ്ഞു കിടക്കുന്ന വൈബിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ജ്യോത്സ്യന്റെ അടുത്ത് പോയി. അതോടുകൂടി നമ്മൾ കാഫിറായി. എന്താ അങ്ങനെയാവാൻ കാരണം? വൈബ് അറിയാം എന്ന വിശേഷണം, മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ എന്നത് അള്ളാഹു തന്റെ ഒരു വിശേഷണമായി പറഞ്ഞതാണ്. അത് അള്ളാന്റെ ഒരു സിഫത്താണ്. എന്ത്? വൈബ് അറിയുന്നവൻ എന്നത് അള്ളാന്റെ ഒരു സിഫത്താണ്. ആ വൈബ് അറിയുന്നവൻ അള്ള മാത്രമല്ല, നാട്ടിലെ രാമൻകുട്ടി ജോലിച്ചെടുക്കും അറിയാ എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ലേ ഞാൻ അവിടെ പോയത്.
അപ്പോ അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ ഞാൻ നിഷേധിച്ചു. ഏത് സിഫത്തിനെ? വൈബറിയുന്നവൻ അള്ള മാത്രമാണ് എന്ന ഒരു സിഫത്തിനെ ഞാൻ നിഷേധിച്ചു. അതുകൊണ്ട് ഞാൻ കാഫിറായി. നോക്കൂ, എത്ര എളുപ്പം സംഭവിച്ച് കാഫിറായത്. വൈബറിയുന്നവൻ അള്ള മാത്രാണെന്ന് അള്ള അവകാശപ്പെട്ട അള്ളാന്റെ ഒരു സിഫത്ത്, ആ സിഫത്ത് അള്ളാഹു മാത്രമല്ല വേറെ ഒരു ജോത്സ്യൻ പറയും എന്ന് വിശ്വസിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ പഠിപ്പിച്ചത്. നോക്കൂ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും ഞാൻ അറിയുമെന്ന് അള്ള പറഞ്ഞു. അത് അള്ളാന്റെ ഒരു സിഫത്താ. നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങള് അറിയുന്നവൻ അള്ള മാത്രമേ ഉള്ളൂ. അത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ വേറൊരാൾ അറിയുന്ന വിശ്വസിച്ചാൽ നേരത്തെ ജ്യോത്സ്യന്റെ അടുത്ത് പോയ അതേ ഫല സംഭവിക്കണേ. അള്ളാന്റെ വിശേഷണമാണ് മനസ്സിന്റെ ഉള്ളിലുള്ളത് വായിച്ചെടുക്കാനാവുക എന്നത്. അത് അള്ളാഹ്ക്കല്ല വേറെ ഒരാൾക്ക് കൂടി അറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സിഫത്തിൽ പങ്കു ചേർത്തു. അവൻ ഇസ്ലാമിന് കാഫിറായി പുറത്തു പോകണം. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഒരുപാട് സിഫത്ത്, ആ സിഫത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളയാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് പോകുന്നതോ, ഡോക്ടറെ ഇതിന്റെ രോഗം മാറ്റണമെന്ന് പറയുന്നതോ, അത് പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥനയും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം? എന്താ? അഭൗതികമായ രീതിയിൽ നമ്മൾക്ക് സഹായം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഡോക്ടർ ഒരു മരുന്ന് നമുക്ക് എഴുതി തരും. ആ മരുന്ന് കുടിച്ച് നമ്മുടെ ശരീരത്തിൽ ആ മരുന്ന് മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ നമ്മൾ രോഗത്തിൽ രക്ഷപ്പെടും. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഡോക്ടർ നല്ല ആളെ, നാട്ടിൽ കുറച്ച് ഇങ്ങനെ തൊട്ടുവിദ്യകളെ കഴിഞ്ഞ ആളെ, മൂപ്പര് മരിച്ചു. അങ്ങനെ മൂപ്പര് മരിച്ച പാടെ നിലവിളക്കൊക്കെ വെച്ച് കണ്ട് ഇങ്ങനെ ചാറൊക്കെ ഉണ്ടായി. പിറ്റേന്ന് അവിടെ പോയിട്ട് ഡോക്ടറെ നിങ്ങൾ പണ്ട് നമ്മളെ രോഗം ചികിത്സിച്ചത് ഇപ്പോഴും ഞങ്ങളടുത്ത് വന്നിരിക്കുന്നു എന്ന രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാല് അത് ശിർക്കാണെന്നാ. എന്താ വ്യത്യാസം? നേരത്തെ നമ്മൾ ചോദിച്ചത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗം മാറാനുള്ള മരുന്നിന് വേണ്ടിയാ. ഇവിടെ വന്നതോ ഈ കബറിൽ കിടക്കുന്ന ആള് എങ്ങനെ നമ്മളെ രോഗം മാറ്റുക? അയാൾ ഇങ്ങനെ ഒന്നുകാണ്ട് മരുന്ന് കുപ്പി കണ്ട് എറിഞ്ഞു തരികയാണ്. ഇത് കുടിച്ചോ രോഗം മാറും, പാരസെറ്റാമോൾ കിടക്കിയതാ, ഓക്കെ നമുക്ക് പോയി ചോദിക്കാം. അങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിച്ചത്? അല്ലല്ലോ. ദിവ്യമായ രീതിയിൽ കൂടി എന്തോ ഒരു കഴിവ് കൊണ്ട് ഇയാൾക്ക് രോഗം മാറ്റാനാവും. അങ്ങനെ വിശ്വസിക്കുമ്പോ അത് ദിവ്യമായ ശക്തിയിൽ രോഗം മാറ്റാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ്. അവിടെ നമ്മൾ കണ്ടത് മഴയത്തിറങ്ങിയ പനി പിടിക്കുന്നില്ലേ, കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാ. അത് വിശ്വസിക്കണം. എന്നാലോ എടാ അതിനെ പോകുമ്പോ ഒറ്റന്നാക്കി പോകണ്ട. അവിടെ ഷെയ്ഖ് ഉള്ളിൽ കിടക്കുന്ന ഷെയ്ഖ് ലേശം ശക്തിയുള്ള ഷെയ്ഖാ, വല്ല കുരുത്തക്കേടും പറ്റും. എന്നാ അതിനെ പോകാതെ കിടന്നതോ അത് ചെറുക്കാം. എന്റെ ചെറുക്കാവാൻ കാരണം ആ ഷെയ്ഖ് എങ്ങനെയാ അതിലെ പോകുമ്പോ കുരുത്തക്കേട്, അവിടെ പാമ്പുണ്ട് കരുതി പോയിക്കോ എന്ന് പറഞ്ഞാ ഓക്കെ, പാമ്പ് കടിക്കാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു പോണം. എന്നാലോ ഷെയ്ഖ് ഏത് രീതിയിൽ നമുക്ക് ഉപദ്രവം ചെയ്യുന്ന നമ്മളെ വിശ്വാസം മറഞ്ഞ രീതിയിൽ, അഭൗതികമായ രീതിയിൽ. അപ്പോഴാണത് അള്ളാഹുവിന്റെ സിഫാത്തിൽ നിന്ന് പുറത്താവുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു 3 രീതിയിലുള്ള ശിർക്ക്. ഒന്ന് വലിയ ശിർക്ക്. വലിയ ശിർക്ക് എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ പ്രത്യക്ഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ശിർക്ക്. അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുക, നേർച്ചകളും വഴിപാടുകളും നടത്തുക, അതൊക്കെയാണ് വലിയ ശിർക്ക്. പിന്നെ ഏതാ ഒന്ന് ഗോപ്യമായ ശിർക്ക്. വളരെ പതുക്കെ ശിർക്കിന്റെ ഒരു സ്വഭാവമാണ്. വളരെ പതുക്കെ മൂപ്പര് കയറി വരുള്ളൂ. ലോകത്ത് മാരകമായ സകല വസ്തുക്കൾ അങ്ങനെ വരുള്ളൂ. ഒരു ക്യാൻസർ രോഗി, അയാൾ ക്യാൻസർ രോഗിയാണെന്ന് അയാൾ അറിയുമ്പോഴേക്ക് രക്ഷപ്പെടാനാവാത്ത വിധമാണ് രോഗിയേക്കാണ്. കാലങ്ങൾക്ക് മുമ്പേ ദേഹത്ത് പ്രവേശിച്ച ക്യാൻസറിന്റെ അടുക്കൾ ഒരു ഉറക്കം പോലെ ഇങ്ങനെ അയാളിൽ വന്ന് പതുക്കെ പിടിച്ചു. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം. ഒരു എയ്ഡ്സ് രോഗി എത്ര വർഷം കൊണ്ടാണ് രോഗിയാവണേ? പതുക്കെ. ലോകത്തെ മാരകമായതൊക്കെ അങ്ങനെ. ആ കൂട്ടത്തിലെ ക്യാൻസർ ശിർക്ക്. നബി പറഞ്ഞ നിറങ്ങള് കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത ഒരു പാറയിൽ കൂടി കറുത്ത ഒരു പ്രാണി അരിച്ചിങ്ങനെ വരുന്നത് പോലെ നിങ്ങളിലേക്ക് ശിർക്ക് വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. രാത്രിയോ ഇരുട്ട്, പാറയോ കറുപ്പ്, പ്രാണിയാണെങ്കിലും മുമ്പിൽ കറുപ്പ്.
ആകപ്പാടെ കറുപ്പിൽ ഇങ്ങനെ അരച്ചു വരുന്നത് ആരാ അറിയാം? അതുപോലെ നിങ്ങളിലേക്ക് ശിർക്ക് വരുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളില് ചിലപ്പോഴും മറഞ്ഞു കിടക്കുന്ന ഒരു എന്നാലും ഒന്നുമില്ലാതെ ആൾക്കാർ അങ്ങോട്ട് പോകുമോ എന്നുള്ള ആ ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു തരി ഉണ്ടാവും. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ വളരുന്നതിന് നമ്മൾ ഏറ്റവും ഏറെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇന്നോളം ചെയ്ത സകലമാന അമലുകളും നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടും. അത് ഖുർആൻ പഠിപ്പിച്ചതാ. അല്ലാഹു റബ്ബുൽ ആലമീൻ നരകത്തില എത്ര വലിയ ആളായിട്ടും കാര്യമില്ല. അതുകൊണ്ട് സുഹൃത്തെ, ഒരു കാരണവശാലും ഈ ശിർക്ക് പതുക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കും. മൂന്നാമത് റസൂൽ പറഞ്ഞ ശിർക്ക് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ കൂടി ശിർക്കിനെ പറ്റി നമ്മൾ പറയാം. അത് ചെറിയ ശിർക്കാണ്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കാർ കാണാൻ വേണ്ടി സൽക്കർമ്മം ചെയ്യാം. 10 ഉറുപ്പ്യ കൊടുക്കുന്ന 4 ആള് കാണണം എന്ന് വിചാരിക്കുക. അങ്ങനെ 4 ആൾക്കാർ കാണാൻ 10 ഉറുപ്പ്യ കൊടുക്കുക. ഇതിനെ റസൂൽ ചെറിയ ശിർക്ക് എന്നാ പറഞ്ഞത്. എന്താ ചെറിയ ശിർക്കിനെ കാരണം? അതോടുകൂടി ആ 10 ഉറുപ്പ്യന്റെ കൂലി ഓന് പോയി. ആ 10 ഉറുപ്പ്യ കൊടുത്തതിന്റെ കൂലി ഓന് പടച്ചോനെടുത്ത് കിട്ടൂല. കാരണം എന്താ? ശിർക്ക്. അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു. എന്ന് ഇതിന് കൂലി തരേണ്ടത് അള്ള മാത്രം കൂലി എന്നാ പോരാ, 10 ആൾക്കാർ കാണും കൂടി വേണം എന്നവൻ വിചാരിച്ചോട് കൂടി അവിടെ ചെറിയൊരു ശിർക്ക് സംഭവിച്ചു. ഈ ചെറിയ ശിർക്കോട് എന്താ സംഭവിച്ചത്? ഓന്റെ എല്ലാ അമലും പോയില്ല, ആ അമലിന്റെ കൂലി ഓനില്ല. അതാണ് ചെറിയ ശിർക്ക്. അപ്പൊ ചെറിയ ശിർക്ക്, ഗോപ്യമായ ശിർക്ക്, പതുക്കെ അരിച്ചരിച്ചു വരുന്ന ശിർക്ക്, പ്രത്യക്ഷത്തിലുള്ള വലിയ ശിർക്ക്. 3 ശിർക്കിനെയും അങ്ങേയറ്റം നമ്മൾ പ്രയോഗിക്കും. തൗഹീദ്, റുബൂബിയ്യ, ഉലൂഹിയ്യ, സിഫാത്തി, അള്ളാഹുവിന്റെ നാമത്തിലും സിഫത്തുകളിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ, അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തരത്തിലും നമുക്ക് സന്ദേഹം ഉണ്ടാവണ്ട. സന്ദേഹം ഉണ്ടായാൽ അത് ഇസ്ലാം പഠിപ്പിച്ച യഥാർത്ഥമായ തൗഹീദിന്റെ പുറത്തേക്കുള്ള വഴികളാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഗൗരവത്തോടു കൂടി ഈ കാര്യം മനസ്സിലാക്കുക. ലോകത്തെ ഏറ്റവും ആദ്യം നമുക്ക് ലോകത്തോട് പറയാനുള്ളതും നമുക്ക് ഉൾക്കൊള്ളാനുള്ളതും ഈ സന്ദേശമാണ്. വേറെ ഒന്നുമില്ല. എല്ലാ പ്രവാചകന്മാരും ആദ്യം പറഞ്ഞതും പരമമായി പറഞ്ഞതും ലോകത്ത് സലഫികളും ഇസ്ലാഹികളും ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ സന്ദേശമാണ്. സമൂഹത്തെ ഭിന്നിപ്പിക്കാനല്ല, സമൂഹത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. സമൂഹത്തിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, സമൂഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ്. നാളെ നരകത്തിൽ അവർ കത്തിയേറിയത്. അല്ലാതെ എന്തിനാ ഈ കല്ലേറൊക്കെ കൊണ്ട് ഇത്ര വാശിയിൽ മൈക്കെട്ടിക്കാണ്ട് വല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി സംഘടനയ്ക്ക് 10 ആളുണ്ടാക്കണം തീരുമാനിക്കാം. ഒന്നുമില്ല. സ്നേഹം മാത്രം, വെറും സ്നേഹം. ആൾക്കാർ വഴിപിഴച്ചു പോകരുത്. നമ്മുടെ അടുത്ത് ബാധ്യതയുണ്ട്. ദൈവിക ദീനിന്റെ കലർപ്പില്ലാത്ത സന്ദേശം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന യുഗധർമ്മം അത് നിർവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോ തൗഹീദിന്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു ആയത്ത. ജസ്റ്റ് ഓതിയതിന്റെ അർത്ഥം മാത്രം പറയാം. കുൽ, നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്. ഇസ്ലാമിലെ ദൈവം ആരാണ് എന്ന് ഒരു അവിശ്വാസിയോ അമുസ്ലിമോ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാവുന്ന ഏറ്റവും നല്ല ഉത്തരം കുൽ, പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്. ഇസ്ലാമിലെ ദൈവം ഏകനാണ്. അല്ലാഹു സമദ്. സമദ് എന്ന പദത്തിന് മലയാളത്തിൽ കൃത്യമായ ഒരു അർത്ഥമില്ല, ഒറ്റവാക്കില്ല. സമദ് എന്ന് പറഞ്ഞ ഒരു നേതാവ്. ആ നേതാവിലേക്ക് എല്ലാ ആളുകൾക്കും ഏത് കാര്യത്തിനും ആ നേതാവിനെ ആശ്രയിക്കണം. ആ നേതാവിനാവട്ടെ ഒരു കാര്യത്തിനും ഒരുത്തനെയും ആശ്രയിക്കണ്ട. അങ്ങനത്തെ ഒരാൾക്കാണ് സമദ് എന്ന് പറയാം. അങ്ങനെ സമദായിട്ട് അല്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ സമദായുള്ളവനാണ് ഞങ്ങളുടെ ദൈവം. അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. അവൻ പിതാവോ പുത്രനോ അല്ല. അതായത് അള്ളാഹ്ക്ക് ഒരു കുട്ടി അല്ല ജനിച്ചിട്ടില്ല. അവൻ ആരുടെയും മകനായി പിറന്നതുമല്ല. രണ്ടുമല്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ, അവന്റെ ഗുണവിശേഷണങ്ങളുമായിട്ട് അവനെ പോലെ വേറെ ആരുമില്ല. ഇതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ദൈവസങ്കല്പം. അപ്പോ യഥാർത്ഥമായ ഇസ്ലാമിനെ